ഇതിനകത്ത് ആദ്യം ഒരു സന്തോഷ് സാർ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു പ്രവചനം നടത്തിയിട്ടിരിക്കുന്നു. അതെ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒന്ന് വന്നത് കണ്ടു കാണുമല്ലോ. ഈ ഇത് കണ്ടതിന് ശേഷം ഞാൻ പ്രവചിച്ചതിനകത്ത് ഇവിടെ എന്തൊരു കുഴപ്പമുണ്ടോ, അത് തന്നെയാണോ, അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്? ഈ പ്രവചനം എന്ന് പറയുന്നത് സമയത്തിന് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിപ്പോൾ നമ്മൾ കാണുന്നതാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് പോൾ ആണെങ്കിൽ പിന്നെ അത് നോക്കിയാൽ പോരെ, പ്രവചനത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം നമ്മളതൊരു കാൽക്കുലേഷൻ്റെ ബേസിൽ ഇപ്പോൾ 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പ്രവചിച്ചു. ആ വർഷം ഒരു മാരക രോഗം ലോകത്തിന് പിടികൂടുമെന്നും പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. 2019 തന്നെ ഞാൻ പറഞ്ഞു 24 നരേന്ദ്രമോദിയാണ് ഭരിക്കാൻ പോണത് എന്ന് പറഞ്ഞു. പിന്നെ വർഷാവർഷം പ്രവചനം നടത്തും. അതിൽ 2024 91 പ്രവചനം നടത്തിയതിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 350 സീറ്റിന് മുകളിൽ NDAക്ക് കിട്ടും. അത് ആൾറെഡി ഡിസംബർ 23 പ്രവചിച്ചു കഴിഞ്ഞു. ആരും പ്രവചിക്കുന്ന മുമ്പേ തന്നെ ഇത് പ്രവചിച്ചു കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നോക്കിയപ്പോൾ എക്സിറ്റ് പോളിൽ അത് 353 കാണിക്കുന്നത്. അതിൽ ഈ ഇത്ര ഏജൻസികൾ നടത്തിയതിൽ അതിൽ ആറ് സമയമായിരിക്കും ശരിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ശരിയായിട്ടുള്ളതല്ല. ഇവർ ഒരു ഡേറ്റ എടുത്തിട്ട് ആ ഡേറ്റ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതിനൊരു വേ ഓഫ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ പേരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 80% അത് വിശ്വസിക്കാം എന്ന് തന്നെയാണ് കാര്യം. എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ അഭിമുഖം കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് കേരളമായിട്ടുണ്ടായിരുന്നു 26 ലക്ഷം പേരോളം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു മോദിക്ക് കണ്ടകശനിയാണ്. മോദിക്ക് കണ്ടകശനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ അറിവില്ലാത്ത ജനങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടകശനി തന്നെ അദ്ദേഹത്തിന് 4ാം ഭാവത്തിലാണ്. അപ്പൊ ഞാൻ കണ്ടകശനി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ മരിച്ചു